അതുകൊണ്ട് പറയുകയാ, നീ മരണപ്പെട്ട നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഇഖയാരാണെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാ. ഏതു പാതിരാത്രി വന്ന് കിടന്നുറങ്ങിയാൽ സുബഹി നിസ്കരിക്കാൻ എഴുന്നേക്കുന്ന ഭർത്താവാ. പറയുമ്പോ ഭാര്യയ്ക്ക് വല്ലാത്ത ഒരു മനസ്സുണ്ടാകണം, വല്ലാത്ത ഒരു ധൈര്യത്തോടെ ഇക്കാ 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 എന്ന് പറയാ 100 നാവ് വേണം മക്കളെ. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയെ കുറിച്ച് നല്ലത് പറയിപ്പിക്ക്, നീ നല്ലവനായി ജീവിക്ക്, എങ്കിൽ നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് നല്ലത് പറയും. ഉമ്മാ, ഭർത്താവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കും ഉമ്മാ. എന്റെ ഭാര്യയാണ്, എന്റെ ഭാര്യയുടെ ദുആയുടെ പുറത്താ ഞാൻ നടക്കുന്നത്. എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. ഒരു ഭർത്താവ് പറയണം, എനിക്കൊന്നും വരില്ല, എനിക്ക് എന്ത് രോഗമാണെങ്കിലും മാറും. കാരണം നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയാന്, എനിക്ക് ദുആ ചെയ്യാൻ എന്റെ ഭാര്യയുണ്ടല്ലോ. അവള് മതി എനിക്ക് ദുആ ചെയ്യാൻ. ഭാര്യയെ കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വല്ലാത്ത ഈമാനാകണം പെങ്ങള്. അങ്ങനെ പറയണമെങ്കിൽ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. അല്ലാഹുവേ, എന്റെ ഭാര്യയെ നന്നാക്കണം, എന്റെ ഭർത്താവിനെ നന്നാക്കണം, എന്റെ മക്കളെ നന്നാക്കണം, എനിക്ക് കണ്ണിന് കുളിർമയുള്ളവരാക്കണം. എന്നിട്ട് പറയണം, അല്ലാ എന്നെ നന്നാക്കണേ, അല്ലാ എന്നെ നന്നാക്കണേ അല്ലാ. ഭാര്യ പറയണം, ഭർത്താവ് പറയണം, എന്നെ നന്നാക്കണം തമ്പുരാനെ. ലിൽ മുത്തഖീന ഇമാമാ, എന്നെ ഇമാമാക്കണമല്ലാ. പള്ളിയിലെ ഇമാമല്ല, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു നല്ല മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാ. നീ ദുആ ചെയ്യണേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അതുകൊണ്ട് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കൂട്ടുകാരൻ, നീ മരണപ്പെട്ട നല്ലത് പറയുന്ന ഭാര്യ, നല്ലത് പറയുന്ന ഭർത്താവ്, ഇവരുടെ സാക്ഷി മതി നിനക്ക് രക്ഷപ്പെടാൻ. അല്ലാഹുവേ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ.